നമസ്കാരം. നമുക്കുമറിയാം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഭദ്രകാളി ദേവിയുടെ അവതാരത്തെയും തൻ്റെ ഭക്തരെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന അമ്മ മനസ്സിനെയും അതിനോടൊപ്പം അമ്മയുടെ ധ്യാനമന്ത്രത്തെയും മൂലമന്ത്രത്തെയും ഈ മന്ത്രം ജപിച്ചാൽ അല്ലെങ്കിൽ ധ്യാനിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഏതാഗ്രഹവും വേഗം സാധിച്ചു തരുന്ന അമ്മയാണ്. എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്ന ഒരു ദേവീ ഭാവമാണ് ശ്രീ ഭദ്രകാളി ദേവി. അപ്പോൾ 3 ലോകങ്ങളെയും കീഴടക്കി സകലരെയും ഉപദ്രവിച്ച് ദാരികനെ നിഗ്രഹിക്കാൻ സാക്ഷാൽ പരമശിവന്റെ കണ്ണിൽ നിന്നും അവതരിച്ച ദേവിയാണ് ശ്രീ ഭദ്രകാളി ദേവി. ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ദാരികൻ 3 ലോകങ്ങളെയും വിറകൊള്ളിച്ച് ഭരിച്ചിരുന്ന കാലം. ഭഗവാൻ വിഷ്ണുവിനും ബ്രഹ്മാവിനും ഇന്ദ്രനും യമനും ഒന്നും ദാരികനെ കീഴടക്കാനായില്ല. അവസാനം ശ്രീ പരമേശ്വരൻ അണ്ഡകടാകത്തെ കീഴടക്കിക്കൊണ്ട് ഭീകരവും രൗദ്രവുമായ രൗദ്രഭാവമുള്ള ഭദ്രകാളി ദേവിയെ സൃഷ്ടിച്ചു. അങ്ങനെ ദേവിയെ ദാരികനു നേരെ യുദ്ധത്തിനായി അയച്ചു. ദാരികനും ഭദ്രകാളി ദേവിയും യുദ്ധം ആരംഭിച്ച് അവസാനം കാളിദേവി അനായാസം ദാരികനെ വധിച്ചു. അപ്പോൾ ഭദ്രകാളി ദേവിയെ പരദേവതയായും അല്ലാതെയും നമ്മൾ ആരാധിക്കപ്പെട്ടു വരുന്നു. കാണുമ്പോൾ ഉഗ്രരൂപമായി കാണുന്നു എങ്കിലും തൻ്റെ ഭക്തരുടെ ഏതാവശ്യവും അമ്മ നടത്തിക്കൊടുക്കും എന്നതാണ്. ഭദ്രകാളി ദേവിയെ 10 രൂപങ്ങളിൽ ആരാധിക്കപ്പെട്ടു വരുന്നു. കാളിമാതാവ് എല്ലാ ദുഃഖ ദുരിതങ്ങളെയും അകറ്റി മംഗളവും സൗഖ്യവും സുഖവും നൽകുന്ന സർവേശ്വരിയാണ്. അതുപോലെ തന്നെ ശത്രുദോഷവും ബാധാദോഷങ്ങളും മഹാമാരികളെയും അകറ്റുന്ന ദേവിയാണ് ശ്രീ ഭദ്രകാളി. വാത്സല്യനിധിയായ ഭദ്രകാളിയെ ആശ്രയിക്കുന്ന ആരെയും ഒരു ഭക്തരെയും അമ്മ ഉപേക്ഷിക്കാറില്ല. അതുപോലെ തന്നെ ചൊവ്വാദോഷം അനുഭവിക്കുന്നവരും മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരും മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക, വൃശ്ചികക്കൂറുകാരായ വിശാഖത്തിൻ്റെ അവസാന കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരും അതുപോലെ കണ്ടകശനി ദോഷം അനുഭവിക്കുന്നവരും ഭദ്രകാളി ദേവിയെ ഭജിച്ചാൽ ദുരിതങ്ങൾ അകന്ന് സന്തോഷകരമായ ജീവിതം അമ്മ പ്രദാനം ചെയ്യും എന്നതാണ്. ഭദ്രകാളി ദേവിയെ ദർശനത്തിനും ഭജനത്തിനും ഏറ്റവും നല്ല ദിവസമായി പറയപ്പെടുന്നത് ചൊവ്വാഴ്ചയാണ്. ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നവർ എല്ലാവരോടും ആദരവോടെ ബഹുമാനത്തോടെ പെരുമാറണം എന്നത് അമ്മയുടെ ഒരു കൽപ്പനയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളോട്. ഭദ്രകാളി ദേവിയുടെ ധ്യാന ശ്ലോകവും മൂലമന്ത്രവും ഗുരു ഉപദേശം നേടി നിത്യവും ജപിക്കുന്നത് ഐശ്വര്യപ്രദമായ ജീവിതം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഗുരുവിൽ നിന്നും മന്ത്രം നേടാൻ കഴിയാത്തവർ ഒട്ടും വിഷമിക്കേണ്ടതില്ല. സാക്ഷാൽ പരമശിവനെ, ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ച് ധ്യാന ശ്ലോകവും മന്ത്രവും ജപിക്കാവുന്നതാണ്. ധ്യാന ശ്ലോകം ഇതാണ്. ധ്യാന ശ്ലോകം നമ്മൾ ജപിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഋഷി, ഛന്ദസ്, ദേവതയെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഈശ്വര ഋഷിയാണ് പങ്ക്തി ഛന്ദസ്, ശക്തി ഭൈരവി ദേവത. അപ്പോൾ ധ്യാനം ഇതാണ്. ഓം കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഹേടകപാലധാരികശിരകൃത്വാ കരാഗ്രേഷു ച
ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ടസ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവിപദാം സംഹാരിണീമീശ്വരീം. ഒന്നുകൂടെ ചൊല്ലാം. ഓം കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം കേടകപാലധാരികശിരകൃത്വാ കരാഗ്രേ ശുച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ടസ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവിപദാം സംഹാരിണീമീശ്വരീം. അപ്പോൾ ഇതാണ് ധ്യാന ശ്ലോകം. അടുത്തത് മൂലമന്ത്രത്തെക്കുറിച്ച് അറിയാം. മൂലമന്ത്രം ഇതാണ്. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഇതാണ് മൂലമന്ത്രം. അപ്പോൾ ആദ്യം ഋഷി, ഛന്ദസ്, ദേവത എന്നിവയും ധ്യാനശ്ലോകം ഒരു തവണയും ജപിച്ചതിന് ശേഷം 108 തവണ മൂലമന്ത്രം ജപിക്കണം എന്നതാണ്. അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര നടയിൽ നിന്ന് ധ്യാനശ്ലോകം ഒരു തവണയും മൂലമന്ത്രം കഴിയുന്നത്രയും ജപിക്കാവുന്നതാണ്. അപ്പോൾ ധ്യാനത്തിൻ്റെ അർത്ഥം ഇതാണ്. കാർമേഘ നിറമുള്ള ത്രിനയനങ്ങൾ, അതായത് 3 കണ്ണുകളുള്ള വേതാളത്തിൻ്റെ കഴുത്തിലിരിക്കുന്ന, കൈകളിൽ വാള്, പരിച, തലയൊട്ടി, ദാരിക ശിരസ് എന്നിവ ധരിച്ച് ഭൂതപ്രേത പിശാചികളും സപ്തമാതൃക്കൾ എന്നിവയോടും കൂടിയ മനുഷ്യ ശിരസ്സുകൾ കോർത്ത് മാലയണിഞ്ഞ വസൂരി തുടങ്ങിയ മഹാമാരികളെ നശിപ്പിക്കുന്ന സർവേശ്വരിയായ ഭദ്രകാളിയെ നമിക്കുന്നു എന്നതാണ്. അപ്പോൾ ദിവസവും ഈ മന്ത്രം കുറഞ്ഞത് 9 തവണ എങ്കിലും ജപിച്ചാൽ സകല ശത്രുദോഷങ്ങളും അകലുന്നതാണ്. സർവ ഐശ്വര്യവും തൊഴിൽ ഭാഗ്യവും ധനവർദ്ധനവും രോഗക്ലേശനാശവും ശത്രുനാശവുമാണ് ഫലമായി ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോകളും തൽക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.